യാത്രയുടെ മായാലോകത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ആകാശത്തെയും ഭൂമിയെയും വേർതിരിച്ച് വലിയൊരു മതിലും തീർത്ത് മേഘങ്ങൾ അങ്ങനെ നിലകൊള്ളുകയാണ്. എൻ്റെ സ്വപ്നങ്ങളിലേക്ക് പറന്നിറങ്ങാൻ പോകുന്നു എന്ന് പൈലറ്റിൻ്റെ അറിയിപ്പ് വന്നു. വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ഞാനിതാ ഫിലിപ്പീൻസിൽ പറന്നിറങ്ങാൻ ഏതാനും മിനിറ്റുകൾ മാത്രം. ഇതറിഞ്ഞോടുകൂടി എൻ്റെ ചങ്കിടിപ്പ് കൂടി. 7000 ദ്വീപ് സമൂഹങ്ങൾ ചേർന്ന ഒരു കൊച്ചു രാജ്യമാണ് ഫിലിപ്പീൻസ്. അവരുടെ ജീവിതവും ജീവിതാനുഭവങ്ങളും തൊട്ടറിയാൻ പോവുകയാണ് ഞാൻ. ചിതറിക്കിടക്കുന്ന മേഘങ്ങൾക്കിടയിലൂടെ ചെറുതും വലുതുമായ ദ്വീപുകൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. രസകരമാണ് ഈ ആകാശക്കാഴ്ച. ഈ ആകാശക്കാഴ്ചകൾ കണ്ടാൽ തന്നെ അറിയാം ഫിലിപ്പീൻസ് ഒരു കൊച്ചു സുന്ദരിയാണ്. എൻ്റെ ഭാഗ്യം ഒന്ന് നോക്കണേ. സഫാരിയുടെ സഞ്ചാരത്തിൽ ഒന്ന് മുഖം കാണിക്കാൻ ഏതൊരു മലയാളിയും ആഗ്രഹിക്കുന്നതാണ്. എനിക്കതിന് സാധിച്ചു. എന്നെ ഇങ്ങനെയൊക്കെ കാഴ്ചകൾ കാണാൻ പഠിപ്പിച്ച ആളുടെ കൂടെ തന്നെ എൻ്റെ ആദ്യ യാത്ര ചെയ്യാനും സാധിച്ചു. അതിന് ഞാൻ ദൈവത്തോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. പല രീതിയിലുള്ള പെണ്ണുകാണലുണ്ടാവാം. പക്ഷേ ഒരു രാജ്യത്ത് നിന്നും മറ്റൊരു രാജ്യത്തേക്ക് പെണ്ണ് കാണാൻ പോകുന്ന ചുരുക്കം ചിലരിലൊരാളായിരിക്കും ഞാൻ. കേൾക്കുമ്പോൾ അതിശയം തോന്നിയേക്കാം, പക്ഷേ ഇതെൻ്റെ ജീവിതമാണ്. ഫ്ലൈറ്റ് താന്ന് പറക്കാൻ തുടങ്ങിയതുകൂടി എൻ്റെ മനസ്സ് കിടന്ന് ആളാൻ തുടങ്ങി. ഞാൻ ചെന്ന് നിൽക്കുമ്പോൾ അവൾക്ക് എന്നെ ഇഷ്ടപ്പെടുമോ? ഇനി എന്നെ കൂട്ടാൻ അവൾ വന്നിട്ടുണ്ടാവുമോ? എനിക്ക് എമിഗ്രേഷൻ വിസ തരുമോ? അങ്ങനെ 100 സംശയങ്ങളായി മനസ്സ് നിറയെ. നല്ല നല്ല കാഴ്ചകൾ പുറത്ത് കാണുന്നുണ്ടെങ്കിലും എൻ്റെ ഉള്ളിൽ ഇതിനെക്കുറിച്ചുള്ള ചിന്തകൾ മുഴുകിക്കൊണ്ടേയിരുന്നു. എനിക്കൊന്നിനെയും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തൊക്കെയോ എന്നെ ഉൾവലിക്കുന്ന പോലെ. എനിക്കൊരു പരിചയക്കാരോ ബന്ധുക്കളോ ഒന്നുമില്ലാത്തൊരു നാട്ടിലേക്ക് ഒറ്റയ്ക്ക് ഇറങ്ങി ചെന്നിരിക്കുന്നു. എനിക്കിവിടെ എന്ത് സംഭവിക്കുമെന്നോ അല്ലെങ്കിൽ ഇനി മുന്നോട്ട് എന്താ നടക്കാൻ പോകുന്നോ ഒന്നിനെക്കുറിച്ചും ഒരു അറിവില്ലാത്തവനെ പോലെ ഞാൻ ശരിക്കും പകച്ചു നിൽക്കുകയാണ്. ഏതായാലും ഫ്ലൈറ്റ് റൺവേയിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ഫോട്ടോയിലൂടെയും ഫേസ്ബുക്കിലൂടെയും അല്ലെങ്കിൽ ചാറ്റിങ്ങിലൂടെയും മാത്രം കണ്ട ഒരു വ്യക്തിയെ നേരിൽ കാണാൻ ഏതാനും നിമിഷങ്ങൾ മാത്രം. എന്തോ ഒന്ന് എന്നെ തിരിച്ചു വലിക്കുന്ന പോലെ. എൻ്റെ കോൺഫിഡൻസ് ഒക്കെ എവിടെയോ പോയി മറിഞ്ഞിരിക്കുന്നു. എന്താണെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. Ladies and gentlemen, we have landed at Aquino International Airport. Our local time is 12:25 in the afternoon, and the ground is will be 31 degrees Celsius. So please remain seated, and using the mobile phone is not allowed. ഞാനങ്ങനെ ന്യൂ അക്വിനോ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തിയിരിക്കുകയാണ്. ഇനി എൻ്റെ മുമ്പിൽ ഒരു വലിയ കടമ്പയുണ്ട്, എമിഗ്രേഷൻ. അതെന്നെ സംബന്ധിച്ച് വലിയൊരു കടമ്പയാണ്. കാരണം ഒരു പ്രോപ്പർ വിസ ഇല്ലാതെയാണ് ഞാൻ ഫിലിപ്പീൻസിൽ കാലുകുത്തിയിരിക്കുന്നത്. സിംഗപ്പൂരിൻ്റെ വിസയും എടുത്ത് ഫിലിപ്പീൻസിലേക്ക് യാത്ര ചെയ്തിരിക്കുകയാണ് ഞാൻ. എനിക്ക് ഇവിടുത്തെ വിസ തരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഇവിടുത്തെ എമിഗ്രേഷൻ ഓഫീസറാണ്. കാരണം 100ൽ 50% മാത്രം ഉറപ്പുള്ള ഒരു കാര്യത്തിനാണ്, അല്ലെങ്കിൽ അത്രയും റിസ്ക് ഉള്ള ഒരു കാര്യത്തിനാണ് ഞാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. എല്ലാവരും നിൽക്കുന്ന ക്യൂവിൽ ഞാനും കയറി നിന്നു. എൻ്റെ ഊഴമെത്തി. ഞാൻ വിസയും പാസ്പോർട്ടും കൊടുത്തു. ഇത് കണ്ട് സാർ എന്നോട് ചോദിച്ചു, വേർ ഈസ് യുവർ ഫിലിപ്പീൻസ് വിസ? ഒരു നിമിഷം എനിക്ക് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. എന്ത് പറയണം എന്നറിയാതെ ഞാൻ ശരിക്കും പകച്ചു നിന്നു. അദ്ദേഹം എന്നോട് ആ ക്യൂവിൽ നിന്ന് മാറി നിൽക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് വേറൊരു ഓഫീസർ വന്നു. എന്നെയും കൂട്ടി വേറെ റൂമിലേക്ക് പോയി. ഇവിടെ ഇരുന്നോളാൻ ആവശ്യപ്പെട്ടു. ആ ഇരുത്തം 1 മണിക്കൂർ ഇരുന്നു, 2 മണിക്കൂർ ഇരുന്നു. എന്തിനാണ് എന്നെ ഇവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നതെന്നോ അല്ലെങ്കിൽ എനിക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നോ അറിയാതെ ഞാൻ ശരിക്കും ഭയന്നിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു ഓഫീസർ റൂമിലേക്ക് കടന്നു വന്നപ്പോൾ ഞാൻ ചോദിച്ചു, സാർ എന്നെ എന്തിനാണ് ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത്? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? അദ്ദേഹം എന്നോട് പറഞ്ഞു, നിന്നെ ഒരു ഓഫീസർ ഇൻ്റർവ്യൂ ചെയ്യാൻ വരും, അതുവരെ നീ ഇവിടെ തുടരുക തന്നെ വേണം.
അതും പറഞ്ഞ് അദ്ദേഹം പുറത്തേക്ക് പോയി. സമയങ്ങൾ ഒരുപാട് കടന്നുപോയി. എന്നെയും കാത്ത് പുറത്ത് മിർന ഇരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവൾ എന്നെ കാണാതെ തിരിച്ചു പോയോ എന്നുള്ള സംശയങ്ങൾ 100 മനസ്സിലൂടെ ഓടാൻ തുടങ്ങി. ഞാൻ ഈ ചെയ്തത് വലിയ തെറ്റാണോ, എന്നെ ഇവർ ജയിലിലിടുമോ എന്നൊക്കെ എൻ്റെ മനസ്സിൽ ഒരു നിമിഷം കടന്നുപോയി. കണ്ണടച്ച് ഞാൻ കുറച്ചു നേരം അങ്ങനെ ഇരുന്നു. എൻ്റെ അമ്മയുടെയും പെങ്ങളുടെയും അച്ഛൻ്റെയും സുഹൃത്തുക്കളുടെയും കുറച്ചു മുമ്പ് എനിക്ക് ആവേശം പകർന്ന സന്തോഷ് സാറിൻ്റെയൊക്കെ മുഖം മനസ്സിലൂടെ കടന്നുപോയി. ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, ഇവിടെ നിനക്ക് എമിഗ്രേഷൻ ഓഫീസറെ കൺവിൻസ് ചെയ്യിക്കാൻ പറ്റിയില്ലെങ്കിൽ, നിനക്ക് നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ, ചിലപ്പോൾ നീ നിൻ്റെ സ്വപ്നങ്ങളോട് ഗുഡ് ബൈ പറയേണ്ടി വന്നേക്കാം. തോറ്റു കൊടുക്കാൻ ഞാൻ തയ്യാറായിരുന്നില്ല. പോയ കോൺഫിഡൻസ് വീണ്ടെടുത്തുകൊണ്ട് ആവേശത്തോടു കൂടി, പ്രതീക്ഷയോടുകൂടി എമിഗ്രേഷൻ ഓഫീസറെയും കാത്ത് ഞാൻ അങ്ങനെ ഇരുന്നു. ഹൂ ഈസ് ആരോൺ എന്നും ചോദിച്ച് അദ്ദേഹം റൂമിലേക്ക് കടന്നു വന്നു. ഞാൻ എണീച്ചെന്ന് പറഞ്ഞു, ഇറ്റ്സ് മീ. അദ്ദേഹം എന്നോട് ചോദിച്ചു, നിൻ്റെ ഫിലിപ്പീൻസ് വിസ എവിടെ? ഞാൻ പറഞ്ഞു, സാർ എനിക്ക് വിസ കിട്ടിയില്ല, അതുകൊണ്ട് തന്നെ ഞാൻ സിംഗപ്പൂർ വിസ എടുത്ത് ഞാൻ ഇങ്ങോട്ട് വരികയായിരുന്നു. അദ്ദേഹം ചോദിച്ചു, നീ വന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ആ ഫ്രണ്ട് ആണാണോ പെണ്ണാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതൊരു പെണ്ണാണ്. നിനക്ക് ഈ പെൺകുട്ടി എങ്ങനെ പരിചയം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ടതാണ്. ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട ഒരു പെൺകുട്ടിക്ക് വേണ്ടി നീ ഇവിടെ വരെ വന്നുവോ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതെ സാർ. നിനക്കിങ്ങനെ സിംഗപ്പൂർ വിസയൊക്കെ എടുത്താൽ ഫിലിപ്പീൻസിൽ വരാൻ പറ്റുമെന്ന് ആര് പറഞ്ഞു തന്നു എന്നോട് ചോദിച്ചു. ഒരു സംശയവും കൂടാതെ ഞാൻ പറഞ്ഞു, സന്തോഷ് ജോർജ് കുളങ്ങര. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, ഹൂ ഈസ് സന്തോഷ്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഹീ ഈസ് മൈ റോൾ മോഡൽ ആൻഡ് ഹീ ഈസ് മൈ ടീച്ചർ. അദ്ദേഹം എന്നോട് കൂടുതൽ രേഖകൾ ആവശ്യപ്പെട്ടു. ഞാൻ എൻ്റെ കൈവശമുണ്ടായിരുന്ന മിർനയുടെ പാസ്പോർട്ടിൻ്റെ കോപ്പിയും അവളുടെ പോസ്റ്റൽ ഐ.ഡിയും അവൾ തന്ന ഇൻവിറ്റേഷൻ ലെറ്ററും, അങ്ങനെ അവളുമായി ബന്ധപ്പെട്ട എന്തെല്ലാം രേഖകൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നോ അതെല്ലാം ഞാൻ സാറിന് മുമ്പിൽ ഹാജരാക്കി. സാർ അതെല്ലാം കൊണ്ടുപോയി പുറത്തു പോയി പരിശോധിച്ചു. കുറച്ച് സമയങ്ങൾക്ക് ശേഷം ചിരിച്ചൊരു മുഖവുമായി അദ്ദേഹം റൂമിലേക്ക് തിരിച്ചു വന്നു. ആരോൺ, യു ക്യാൻ ഗോ നൗ. എൻ്റെ സ്വപ്നത്തിലേക്കുള്ള വാതിൽ തുറന്നിരിക്കുന്നു. എനിക്ക് വിസ കിട്ടിയിരിക്കുന്നു. സന്തോഷം കൊണ്ട് എൻ്റെ കണ്ണുകൾ നിറയായിരുന്നു. ഞാൻ ആരോടൊക്കെയാണ് നന്ദിയും കടപ്പാടും പറയേണ്ടതെന്നുള്ളത് ആ നിമിഷം ഞാനിരുന്ന് ചിന്തിക്കുകയായിരുന്നു. ഇത്രയും നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ തിരിച്ചറിഞ്ഞത് ആ എമിഗ്രേഷൻ ഓഫീസിലിരുന്നിട്ടാണ്. എൻ്റെ ടീച്ചേഴ്സിനോട്, എൻ്റെ പാരൻസിനോട് ഞാൻ ഒത്തിരി കടപ്പെട്ടിരിക്കുന്നു.